പ്രായം നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു, പ്രായം നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് സ്മൈൽ ലൈൻസ്. നമ്മുടെ മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും ഇരുവശങ്ങളിൽ നിന്ന് താഴോട്ട് വരുന്ന വരകളെയാണ് സ്മൈൽ ലൈൻസ് അല്ലെങ്കിൽ നേസോ ലേബിയൽ ഫോൾസ് എന്ന് പറയുന്നത്. സ്മൈൽ ലൈൻസ് ഉള്ള ഒരു മുഖവും സ്മൈൽ ലൈൻസ് ഇല്ലാത്ത ഒരു മുഖവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നിങ്ങളുടെ മുഖത്ത് ഈ പറയുന്ന സ്മൈൽ ലൈൻസ് ഉണ്ടോ? അഥവാ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചമുള്ളൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ കണ്ണാടിയിൽ മുഖമൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി ഇതിൻ്റെ തുടക്കമാണ് എന്നുണ്ടെങ്കിൽ ചെറിയ നേർത്ത വരകളായിട്ടായിരിക്കും കാണപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്ത് സ്മൈൽ ലൈൻസ് വീണു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും അഥവാ ഇല്ല എങ്കിൽ ഇതൊക്കെ വരുന്നതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താനായിട്ടും സഹായിക്കുന്ന കുറച്ച് ഹോം റെമഡീസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സന്തോഷവും സങ്കടവും ഈ സ്മൈൽ ലൈൻസ് രൂപപ്പെടാൻ കാരണമാകാറുണ്ട്. നമ്മൾ ഒരുപാട് ചിരിക്കുന്നവരാണ് എങ്കിൽ ഇത്തരത്തിൽ സ്മൈൽ ലൈൻസ് രൂപപ്പെടാം. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സങ്കടപ്പെടുന്നവരാണ്, ഒരുപാട് കരയുന്നവരാണ് എങ്കിൽ ഇത്തരത്തിലുള്ള സ്മൈൽ ലൈൻസ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് അതിന് കാരണം. നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചുളിയുകയും അവിടെ വരകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ട് രൂപപ്പെട്ട വരകളാണ്, നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ട് രൂപപ്പെട്ട വരകളാണ് അവയെങ്കിൽ നമുക്ക് പോട്ടെന്ന് വെക്കാം, അല്ലേ? എന്നാൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ട്, നമ്മൾ ഒരുപാട് കരഞ്ഞ്, നമ്മൾ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ട് രൂപപ്പെട്ട വരകളാണെങ്കിൽ അത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് മാത്രമല്ല, മറ്റ് ചില ഘടകങ്ങളും ഇത്തരത്തിലുള്ള സ്മൈൽ ലൈൻസ് രൂപപ്പെടാൻ കാരണമാകാറുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് സൺ എക്സ്പോഷറാണ്. സൂര്യപ്രകാശം അമിതമായിട്ട് ഏറ്റുകഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്മൈൽ ലൈൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രായം ഒരു ഘടകമാണ്. ഏജ് മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സ്മൈൽ ലൈൻസുകൾ ഉണ്ടാകാം. അതേപോലെ തന്നെ ഒന്നാണ് ജെനറ്റിക്സ്. നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ അമിതമായിട്ടുള്ള മുഖത്ത് ചുളിവുകളോ അല്ലെങ്കിൽ വരകളും ഇതുപോലെയുള്ള സ്മൈൽ ലൈൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ പുകവലി, മദ്യപാനം, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുഖത്ത് സ്മൈൽ ലൈൻസ് രൂപപ്പെടാനുള്ള കാരണങ്ങളാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ എന്തുതന്നെയായാലും ഇതൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അധിക ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ച് ഫേസ് പാക്കുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റിൽ ആൽബുമിൻ എന്ന പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്മൈൽ ലൈൻസ്, മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, ഇതൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നതിനും മുഖം നല്ല ടൈറ്റൻ ആവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. കടലമാവിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും മുഖം നല്ലതുപോലെ തിളങ്ങുന്നതിനും പിന്നെ അതുപോലെ തന്നെ ഏജിങ് സയൻസിനെയൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഫേസ് പാക്കിലെ വളരെ പ്രധാനപ്പെട്ട 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എഗ് വൈറ്റും അതേപോലെ തന്നെ കടലമാവുമാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചധികം ഫേസ് പാക്കുകൾ തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ്. രണ്ടാമതായി നമുക്ക് ആവശ്യം കുറച്ച് കടലമാവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഫേസ് പാക്കിലെ മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ടയും കടലമാവുമാണ്. ഇനി നമുക്ക് ആദ്യത്തെ ഫേസ് പാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ, 1 ടീസ്പൂൺ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ ഫ്രഷ് അലോവേറ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയ അലോവേറ ജെല്ലാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ മുഖത്തെ ചുളിവുകളും വരകളും പാടുകളുമൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫേസ് പാക്ക്. ഇനി രണ്ടാമത്തെ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മുട്ടയുടെ വെള്ള തന്നെയാണ്.
അതിലേക്ക് 1 ടീസ്പൂൺ തേൻ കൂടി ആഡ് ചെയ്യുക. മുഖത്തെ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആവുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തേൻ. ചില ഇൻഗ്രീഡിയൻസ് ചിലതുമായി ചേരുമ്പോൾ വളരെ പവർഫുൾ ആകാറുണ്ട്. അതുപോലെയാണ് ഇവിടെ നമ്മുടെ മുട്ടയുടെ വെള്ളയും തേനും കൂടി ചേരുമ്പോൾ വളരെ നല്ലൊരു പാക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതൊരു അരമണിക്കൂർ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു പാക്കാണ്. ഇനി അടുത്ത ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കടലമാവ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുക. 2 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവണക്കെണ്ണ ആൻറ്റി ഏജിങ്ങിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ മുഖത്തെ ചുളിവുകളും സാഗിങ്ങും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ മുഖത്തിന് നല്ലൊരു ഹൈഡ്രേഷൻ തരാനും ഫേസ് നല്ല ഈവൻ ടോൺ ആവാനായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത പാക്കിനായിട്ട് നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കടലമാവ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എഗ് വൈറ്റും ഗ്ലിസറിനുമൊക്കെ ഒരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ കടലമാവിലേക്ക് മിക്സായിട്ട് വരാൻ കുറച്ച് പാടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതിൽ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. തൈര് നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. അതുപോലെ തന്നെ ഗ്ലിസറിനും ആഡ് ചെയ്തിട്ടുണ്ട്. വരണ്ട സ്കിന്നാണെങ്കിൽ അത് നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഗ്ലിസറിൻ വളരെയധികം സഹായിക്കുന്നതാണ്. സോ ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇതും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ഫേസ് പാക്കിനായിട്ട് നമ്മളിവിടെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ പാല് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പരിചയപ്പെടുത്തിയ ഫേസ് പാക്കുകളൊക്കെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നമ്മുടെ മുഖത്തുണ്ടാവുന്ന സ്മൈൽ ലൈൻസ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറച്ചധികം ഫേസ് പാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്കിതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ മുഖം വാഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മുഖത്ത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാവുന്ന പാക്കുകളാണ് ഇവ ഓരോന്നും. യാതൊരു കെമിക്കലുകളോ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകൾ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വരകൾ പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ പ്രായം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതിനാൽ ഈ വരകൾ സ്ഥിരമായി തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? വളരെ നല്ല രീതിയിലുള്ള ഒരു പരിചരണം നമ്മുടെ സ്കിന്നിന് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നമുക്ക് എതിരെ നിൽക്കും. അവിടെ പിഗ്മെൻറ്റേഷൻ വരും, ഇതുപോലെയുള്ള സ്മൈൽ ലൈൻസ് രൂപപ്പെടും, റിങ്കിൾസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാനും ഇതൊക്കെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യുക, നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മുടെ സ്കിന്നിനെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ സൺസ്ക്രീൻ, അതേപോലെ തന്നെ മോയ്സ്ചറൈസർ, ഇതൊക്കെ വളരെ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഫേസ് പാക്കുകൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും
അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.